ഏതായാലും ഇവിടെ നമ്മൾ കാണുന്നത് വേദവ്യാസ മഹർഷി 3-ാം സ്കന്ധം ആരംഭിക്കുന്നത് വിതുര മൈത്രേയ സംവാദത്തിലൂടെയാണ്. അപ്പം അതിൻ്റെ ഒരു കഥ ഞാൻ ചുരുക്കി പറയാണ്, കാരണം സമയം പറക്കുന്നു. ഇവിടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുരുക്ഷേത്ര യുദ്ധം നടക്കും എന്ന് ആസന്നമായപ്പോൾ അന്ധനായ ധൃതരാഷ്ട്രൻ്റെ കുബുദ്ധി പ്രവർത്തിച്ചത് വിതുരനോട് പറഞ്ഞു, വിതുര, അങ്ങയ്ക്ക് പാണ്ഡവരോട് നല്ല ബന്ധമുണ്ടല്ലോ. അപ്പോൾ വിതുരർക്ക് പാണ്ഡവരോട് നല്ലൊരു ബന്ധമുണ്ട്, സോഫ്റ്റായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അങ്ങ് പറഞ്ഞാൽ പാണ്ഡവർ കേൾക്കും. ആര് പറഞ്ഞാൽ? കാരണം അദ്ദേഹം നല്ലൊരു ധാർമ്മികനാണ്. അതുകൊണ്ട് അങ്ങ് പാണ്ഡവരുടെ അടുത്ത് പോകണം, പാണ്ഡവരോട് പറയണം, ഈ യുദ്ധമൊക്കെ വലിച്ചു വരുത്തണോ? നിങ്ങളെയൊക്കെ വിദ്യ പഠിപ്പിച്ച ആ ദ്രോണരെ കൊല്ലുന്നത് മഹാപാപല്ലേ? ഈ കുലത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഭീഷ്മരെ കൊല്ലുന്നത് മഹാപാപല്ലേ? എത്ര ആളുകളെയാണ് കൊന്ന്, പാവം എത്ര സ്ത്രീകളെ വിധവകളാക്കണം, എത്ര കുട്ടികളെ അനാഥമാക്കണം. ഈ ഘോരയുദ്ധം, ഈ ക്രൂരയുദ്ധം, ഇതുകൊണ്ട് എന്ത് നേടാനാണ്? ഇതൊക്കെ ഒന്ന് പറയണം. ആരോട്? ഇത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? ധൃതരാഷ്ട്രൻ ഈ കുബുദ്ധി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധക്കളത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ പാണ്ഡവർ കൂടെ വന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കളി എന്താ അറിയോ? ഇതൊക്കെ കേൾക്കുമ്പം പാണ്ഡവരുടെ മാനസിക അവസ്ഥ തളരും. എളുപ്പത്തിൽ കൗരവന്മാർക്ക് അവരെ വകവരുത്തി രാജ്യം അവരുടെ കൈവശം വെക്കാൻ ഈ കുബുദ്ധി വെച്ചിട്ടാണ് ആര് സംസാരിക്കുന്നത്? അല്ലാതെ ഈ പാണ്ഡവരോടുള്ള സ്നേഹമോ നാട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. മനസ്സിലായില്ലേ? ഇത് നല്ലവണ്ണം അറിയുന്ന ആളായിരുന്നു ആര്? വിതുരൻ പറഞ്ഞു, നല്ല കാര്യം, എൻ്റെ ജ്യേഷ്ഠൻ എന്നാണ് വിളിക്കുക. ധൃതരാഷ്ട്രൻ ആരാണ്? ജ്യേഷ്ഠനാണ്, അവിടുന്ന് രാജാവുമാണ്. പറഞ്ഞു, ജ്യേഷ്ഠൻ, അങ്ങക്ക് പുറത്ത് മാത്രല്ലട്ടോ കാഴ്ചയില്ലാത്തത്, എവിടെയില്ല. ഞാൻ അവിടെ ചെന്ന് പാണ്ഡവരോട് പറയാണ്, ഗുരുവിനെ കൊല്ലാന്ന് പറയുമ്പോഴേക്കും കൃഷ്ണൻ പറയും, മതി വിതുരരെ. കാരണം കൃഷ്ണൻ അറിയാം വാല് പൊക്കുമ്പോൾ എന്തിനാ പൊക്ക് ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഇതൊന്നും പറയാൻ കൃഷ്ണൻ ഒരിക്കലും എന്നെ അനുവദിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നതല്ല അവരനുസരിക്കുക, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് അനുസരിക്കുക. അപ്പം എന്തിനാണ് പാണ്ഡവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അങ്ങക്ക് ഈ യുദ്ധം വേണ്ട എന്നൊരാത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ പാവം ജനങ്ങളൊന്നും കൊല്ലപ്പെടുന്നതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്ത്രീ ജനങ്ങളൊന്നും വിധവകളാവരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കുട്ടികൾ അനാഥരാവരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ചങ്കൂറ്റത്തോടെ ദുര്യോധനനെ പട്ടിയടച്ച് പുറത്താക്കൂ. ഒരൊറ്റ ആളെ പുറത്താക്കിയാൽ യുദ്ധം തീർന്നു. ഇതപ്പുറത്ത് നിന്ന് കേട്ടു ദുര്യോധനൻ. പോരെ? ഇവിടെ പാണ്ഡവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറഞ്ഞു കൊടുത്ത കാര്യം, ചുരുക്കി പറഞ്ഞാൽ ദുര്യോധനനെ ഔട്ടാക്കുന്ന കാര്യമാണ് ഇപ്പം ചർച്ച ചെയ്യുന്നത്. ദുര്യോധന അങ്ങോട്ട് കോപിഷ്ഠനായി വന്നു. പിന്നെ പറയുന്ന വാക്കുകൾ നല്ലതല്ല. ഭാഗവതത്തിൽ തന്നെ പറയുന്ന, ഇത്തമത്യുൽഭണകർണഭാണേ ഭ്രാതുപുരാമർമ്മിത താടിതോപി സ്വയം ധനുർധാരി നിതായമായം. തൻ്റെ മർമ്മത്തിൽ കുത്തുന്ന അത്ര മോശം വാക്കുകളാണ് ദുര്യോധനൻ്റെ വായിൽ നിന്നും വന്നത്. അച്ഛൻ്റെ അനുജനായി, തന്നെ ഒരു ചെറിയച്ഛനായി പോലും ദുര്യോധനൻ പരിഗണിച്ചില്ല എന്നാണ് നമുക്ക് കാണാം. രാമായണത്തിൽ ഭരതൻ കൈകേയിയോടൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്, ഇല്ലേ? ലക്ഷ്മണൻ കോപിഷ്ഠനായി അച്ഛനെക്കുറിച്ച് പറയുന്ന വാക്കുകളുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ആ നിയന്ത്രണം അങ്ങോട്ട് വിട്ടുപോയ സമയത്ത് കാമത്തിനടിമപ്പെട്ട സ്ത്രീജിതനായിട്ടുള്ളവൻ, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ പെൺകോന്തൻ. ആരെ വിളിക്കുന്നത്? അച്ഛനെ വിളിക്കുകയാണ്. നാണം കെട്ടവൻ, കൊല്ലാൻ ഞാൻ മടിയില്ല എന്നാണ് പറയണത്.
അങ്ങനെ ഒരു അച്ഛനെ ഞാൻ കൊല്ലാൻ പോലും മട്ടിക്കില്ല. രാമ, നിന്റെ പട്ടാഭിഷേകം ഞാൻ നടത്തും എന്നൊക്കെ ഇല്ലേ രാമായണത്തിൽ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ ആ വിതുരനെ അത്ര ക്രൂരമായ വാക്കുകളെ കൊണ്ട് മുറിവേൽപ്പിച്ചു ദുര്യോധനൻ. ധൃതരാഷ്ട്രൻ ഒരക്ഷരം മിണ്ടിയില്ല. അരുതുണ്ണി, അച്ഛൻ തുല്യമാണ്, നീ അച്ഛനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നൊരക്ഷരം മിണ്ടിയില്ല. ആലോചിച്ച് നോക്കൂ, വിതുരനൊട്ട് പ്രതീക്ഷിച്ചതുമില്ല. പക്ഷെ വിതുരനുണ്ടല്ലോ, അനുഷ്ഠാനത്തിൻ്റെ ഒരു ശക്തിയായിരുന്നു. തന്നെ മഹാമോശം വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ പൊട്ടിക്കരയുന്ന വിതുരരല്ല നമ്മൾ കാണുന്നത്. ഭാഗവതത്തിൽ പറയണത്, സ്വയം ധനുർധാരിനിതായമായം ഗതവ്യതോ യാനൊരു മാനയാൻ. ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു അത്രേ. എന്താ ചിരിച്ചത്? ഹൗ, കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം നോക്കണേ, എനിക്ക് എങ്ങനെങ്കിലും ഈ ദുരിതം യുദ്ധസ്ഥലത്ത് നിന്ന് പോയാൽ മതി എന്നാണ്. എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഈ നല്ലവൻ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇവൻ ഈ സദ്ബുദ്ധി തോന്നിയല്ലോ കൃഷ്ണ, ഇനി എനിക്കെൻ്റെ വഴിയായല്ലോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ചിന്തിക്കണറിയോ? ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. ഇതൊരു വലിയ ഭാഗ്യമാണ്. എനിക്കിവിടെ ഈ കേരളത്തിലെ കുട്ടികളൊക്കെ, ഹിന്ദു കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പം ഒരു വിഷമം തോന്നാറ്. എത്ര പുണ്യസ്ഥലങ്ങളുണ്ട് ഇവിടെ. പക്ഷേ ചെറുപ്പത്തിലൊക്കെ ഒന്ന് പോയി കാണണ്ടേ? ഇനി ഒന്നുമില്ലെങ്കിൽ ആ ഗുരുവായൂർ 2 ദിവസം പോയി താമസിക്കുക, അല്ലെങ്കിൽ ആ മൂകാംബികയിലൊക്കെ ഒന്ന് പോവുക. ആ അന്തരീക്ഷത്തിൽ ഇരുന്നാൽ തന്നെ ഒരു ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നില്ല. നിങ്ങൾ എത്ര പേര് വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല. അയോധ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എത്ര കാശി, എത്ര നല്ല നല്ല സ്ഥലങ്ങളാണ്. അങ്ങനെ എടുത്തു വയ്ക്കും പൈസ, എന്നിട്ട് ചത്തും പോവും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം ജീവിതത്തിൽ, കുറച്ച് ദിവസമൊക്കെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി, അപ്പോഴാണ് ജീവിതത്തിൻ്റെ ഒരു രസം കാണുക. മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക. മനസ്സിലാവുണ്ടോ? വെറുതെ ഇങ്ങനെ ഈ ജീവിതത്തിലുണ്ടല്ലോ, നോക്കൂ, നമ്മൾ ഹിന്ദുക്കൾക്കുള്ളൊരു സ്വഭാവം എന്താ അറിയോ? ഹിന്ദുക്കൾക്കൊരു സ്വഭാവം, എല്ലാ സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇരുന്നിങ്ങനെ വിഷമങ്ങളും വേദനകളും കുറ്റങ്ങളും കുറവും ഇല്ലായ്മകളും വെച്ച് ജീവിക്കും. അവസാനം എന്തായി? ആ പൈസയൊക്കെ അവിടെ കടന്ന് ഒരു ചത്തും പോവും ഈ പാവം. പിന്നെ മക്കൾ തമ്മിൽ അടിയാണ്. അമ്മയുടെ മാല എനിക്ക്, അമ്മയുടെ വള നിനക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം പോലെ മാലയും മോതിരത്തിനും വേണ്ടി ഇവർ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നാ ഉള്ള മാലയും മോതിരവും എടുത്തിട്ട് വല്ല തീർത്ഥാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുക്കുമണ്ടത്തിന് വേണ്ടി എന്തായാലും അവർ കരയില്ലല്ലോ. അതൊന്നും ചെയ്യില്ല പാവങ്ങൾ. ഉള്ള കാലത്തൊക്കെ എടുത്തു വയ്ക്കും, എന്നിട്ട് അവർക്ക് തമ്മിൽ തല്ലാനുള്ളൊരു വഴിയുണ്ടാക്കി വെച്ച് അവസാനം അവരിതൊക്കെ വിറ്റും തലച്ച് അവർ തലവും വിടും. മനസ്സിലായില്ലേ? നോക്കൂ, നിങ്ങൾ ഒരു കാലത്തൊക്കെ ആളുകൾ വലിയ കൊട്ടാരങ്ങൾ പോലുള്ള വീടിന്ന് ഇപ്പോൾ എവിടെ ഉണ്ടതൊക്കെ പൊളിഞ്ഞൊക്കെ പോയി അല്ലേ? ഇപ്പം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൗധങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമെന്നാണോ വെച്ചിരിക്കുന്നത്? അതും കുറേ കഴിഞ്ഞാൽ, ഒന്നാമത് കുട്ടികളൊക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഇങ്ങോട്ടിപ്പോൾ വേണ്ട. കേരളത്തിൽ തന്നെ താമസിക്കാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ ഇന്നലെ ഓസ്ട്രേലിയയിലുള്ളൊരു ഫാമിലി കണ്ടപ്പോൾ മകനോട് പറയുന്നു, നീ തിരിച്ചു അവിടെ എവിടെയെങ്കിലും താമസിക്കേ. ഞാൻ ഇങ്ങോട്ടേ ഇല്ല, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീടും പറമ്പും വിറ്റിട്ട് വേണം അവർക്ക് അങ്ങോട്ട് പോകാൻ. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ക്രിസ്ത്യൻസാണ്. അതിന് നല്ലൊരു ശതമാനം ഇവിടെ നിന്നും പോയി ഇപ്പോൾ വലിയ വലിയ വീടുകളൊക്കെ കാണാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കാണാം നിങ്ങൾക്ക്. ആ തൊടുപുഴ, പാല ഭാഗങ്ങളിലൊക്കെ എത്ര വീടുകളാണ്. ആരും താമസിക്കാനില്ല, മോഹം കൊണ്ട് കെട്ടിയതാണ്. അവസാനം മക്കൾ കെട്ടിയെടുത്തപ്പോൾ ഇവരും കെട്ടിക്കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഇപ്പം ആർക്കും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. പോയി, കാലം മാറിപ്പോയി. ഇവിടെ ആകുമ്പോൾ തെങ്ങ് കയറാൻ ആളെ നോക്കണം, അത് വല്ലവൻ്റെയും മണ്ടയിൽ വീണാൽ പിന്നെ അതിന് പോലീസ് സ്റ്റേഷനിൽ പോകണം. മനസ്സിലായില്ലേ? ഇനി തെങ്ങിൽ കയറാൻ ഒരുത്തനെ കിട്ടണമെങ്കിൽ അവന് 200 രൂപ എന്ന്. ആകെ 2 തേങ്ങ അതിൻ്റെ മുകളിലുണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ?
അതെന്തിനാ 200 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപ അങ്ങോട്ട് കയറാനും 100 രൂപ ഇറങ്ങാനെന്ന്. അപ്പോൾ ഈ കാരണവർ പറഞ്ഞു, ഞാൻ 100 തരാം, നീ കയറിയാൽ മതി എന്ന്. ഇറങ്ങേണ്ട കാര്യമില്ല, നീ ഇറങ്ങേണ്ട കാര്യമില്ല, അവിടെ തന്നെ നിന്നോ. മനസ്സിലായില്ല? ഇപ്രകാരം ഒരു ചക്ക പറിക്കാൻ ആളില്ല, ചക്ക വല്ലവൻ്റെ മേലാ വീണത്. അവസാനം പ്ലാവേ വെട്ടിക്കളഞ്ഞ ഒരു കാരണവർ. കാരണം ചക്ക പ്ലാവ് മുഴുവൻ നിൽക്കുന്ന റോട്ടിലേക്കാണ്. ഇത് വല്ല സ്കൂട്ടറുകാരൻ്റെ തലയിൽ വീണ് കഴിഞ്ഞാൽ അവൻ അവിടെ സമാധിയില്ലേ? അല്ല, തമാശയല്ല. ചെന്നൈയിലെ ഒരു കുട്ടി, ഞാൻ നടന്നൊരു കഥ പറയാണ്. ആ കുട്ടി CA എഴുതി ക്ലിയർ ആയില്ല, പ്രിലിമിനറി ഒക്കെ എഴുതി മെയിൻ പാസ്സായില്ല. അപ്പോൾ വീട്ടിൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻ. അമ്മ പറയും, നീ ഒരു കാലത്ത് നന്നാവില്ല എന്ന്. അമ്മയ്ക്ക് തന്നെ പറയാമല്ലോ. ഈ കുട്ടി ഒരു ദിവസം വിചാരിച്ചു, ഇനി ചത്തേ അടങ്ങുള്ളൂ എന്ന്. 6ാമത്തെ നിലയിൽ ഫ്ലാറ്റിൽ നിന്ന് ഒരൊറ്റ ചാട്ടം രാവിലെ. ആ സമയത്ത് ഒരു റിട്ടയേർഡ് ബാങ്ക് മാനേജർ അതിലെ രാവിലെ പാവം ഒരു ബർമുഡ ട്രൗസർ ഇട്ടിട്ട് പാവം നടക്കാൻ ഇറങ്ങിയതാണ്. ഈ മനുഷ്യൻ പണ്ട് റൂട്ടിൽ കൂടെ നടന്ന പട്ടിയെ പേടിച്ചിട്ട് അകത്തുകൂടെ നടക്കാൻ തുടങ്ങിയതാണ്. ഈ മനുഷ്യൻ അവിടെ എത്തിയ കൃത്യസമയത്താണ് ഇവൾ ചാടിയത്. ആളുകൾ നോക്കുമ്പോണ്ട് ഈ മനുഷ്യൻ്റെ മേലേക്കാണ് വീണത്. ഇവള് നരസിംഹത്തെ പോലെ ഇരിക്കുന്നു, അയാളാണ് ഹിരണ്യകശിപുവിനെ പോലെ. അയാൾ തീർന്നു അവിടെ. ഇവൾക്കൊന്നും പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർ സൂക്ഷിക്കണം. വല്ലവർക്കും മാനസിക സംഘർഷം വന്ന് ചാടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മേലായിരിക്കും. നമുക്ക് ആലോചിച്ച് നോക്കും മനുഷ്യന്മാർ. ഏതായാലും ആ പാവം മനുഷ്യൻ, റിട്ടയേർഡ് മാനേജർ, സമാധിയിൽ അയാൾ പോയി. നോക്കണം, നല്ല മരണമായിരുന്നു. ഇതുപോലൊരു മരണം ആർക്കും കിട്ടില്ല അല്ലേ? മേല് വന്ന് വീണും തീർന്നു. അപ്പോൾ അതുകൊണ്ട് ജീവിതം ഒരിക്കലും ഒരു തളർന്നിരിക്കാനുള്ളതാകരുത്. വിതുരരെ പോലെ നല്ലത് ചിന്തിച്ചു. അയ്യോ, എന്നെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, എന്നെ വേദനിപ്പിച്ചു, എന്നെ പരസ്യമായിട്ട് നിന്ദിച്ചു, ഒന്നുമില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എൻ്റെ വഴി ഒരിറക്കം പോയി. തീർത്ഥാടനങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് ഒരു മോഹം കൃഷ്ണനെ കാണുന്നത്. കൃഷ്ണനെ കാണാൻ വേണ്ടി ദ്വാരകയിലേക്ക് പുറപ്പെടുമ്പോഴാണ് യമുനാ നദി കരയിൽ ഉദ്ധവരെ കാണുന്നത്. കൃഷ്ണൻ്റെ സന്തത സഹചാരിയായി, കൃഷ്ണൻ്റെ നിഴലായി, കൃഷ്ണനോളം ബുദ്ധിയുള്ള, കൃഷ്ണൻ്റെ അതേ നിറമുള്ള, കൃഷ്ണൻ ഉടുത്തഴിച്ചിടുന്ന വസ്ത്രം ഉടുക്കുന്ന, കൃഷ്ണൻ കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കുന്ന, കൃഷ്ണന് വേണ്ടി ജീവിതം ത്യജിച്ച ഒരു മഹാനുണ്ടായിരുന്നു, ദ്വാരകയുടെ മന്ത്രിയായ ഉദ്ധവര്. ആ ഉദ്ധവരെയാണ് കാണുന്നത്. എങ്ങനെയാണ് വരുന്നത്? തലയിൽ മെതിയടിയും വെച്ചുകൊണ്ട്. കാഴ്ച കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു, ഉദ്ധവരെ, എന്താണ് ഇങ്ങനൊരു യാത്ര? മനസ്സിലാവുന്നില്ല. ഉദ്ധവരപ്പോഴേക്കും വിതുരനെ കണ്ട് നമസ്കരിച്ചു. കാരണം വലിയ മഹാനാണ് വിതുരൻ. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും ഏറെ ബഹുമാനമുള്ള വ്യക്തിയാണ് വിതുരൻ. ആ വിതുരനോട് പറഞ്ഞു, അങ്ങയോട് പറയുന്നതിൽ വിഷമമുണ്ട്. അങ്ങ് കൃഷ്ണനെ കാണാൻ പുറപ്പെട്ടിരിക്കുകയാണ്, എനിക്കറിയാം. പക്ഷെ ഭഗവാൻ നമ്മളെയൊക്കെ പിരിഞ്ഞു പോയി. യാദവകുലം നശിച്ചുപോയി. ആ കൃഷ്ണൻ്റെ ദേഹത്യാഗം താങ്ങാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. കൃഷ്ണനിൽ നിന്നും ഉപദേശങ്ങളൊക്കെ കിട്ടി. കൃഷ്ണൻ എനിക്ക് ബദ്രീനാഥിലേക്ക് പോകാൻ പറഞ്ഞ് നിർദ്ദേശം തന്ന് ആ ബദ്രീനാഥ് വരെ എൻ്റെ കൂടെ കൃഷ്ണനെ കൊണ്ടു നടക്കാൻ എനിക്ക് കൃഷ്ണൻ ആ മെതിയടിയും തന്ന് ഞാൻ ആ മെതിയടിയും കൊണ്ട് പോവുകയാണ്. ഒരു നിമിഷം വിതുരൻ നിശ്ചലനായി. കാരണം ഇനി ഭാരത മണ്ണിൽ കൃഷ്ണനില്ല. താൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ആ ഉദ്ധവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പം ഉദ്ധവർ പറഞ്ഞു, വിതുരരെ, ഭഗവാൻ കൃഷ്ണൻ്റെ മഹിമ പറഞ്ഞാൽ തീരില്ല. ഞാൻ ഇങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് എന്നോട് പറയുന്നത്, ഉദ്ധവ, പോകുന്ന വഴിയിൽ യമുനാ തടത്തിൽ വിതുരരെ കാണുന്ന. അപ്പം വിതുരരെ കാണുന്ന കാര്യം കൃഷ്ണൻ നേരത്തെ മനസ്സിലാക്കി വച്ചിരുന്നു. ആ വിതുരരോട് പറയണം,
അദ്ദേഹത്തിന് എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഞാൻ മൈത്രേയ മഹർഷിയെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയണം. മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ പറയണം. ആ വിതുരരത് കേട്ടതും പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ്. വിതുരോപി തശ്ശുത്വ. കാരണം പ്രേമവിക്വല. കാരണം ഇത്രയൊക്കെ ഭഗവാൻ എന്നെ കരുതിയിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് പോകുന്നതും എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളും അതിനുത്തരം തരാൻ സാധിക്കുന്നൊരു മഹർഷിയും ഒക്കെ ഒരുക്കി വെച്ചിട്ടാണല്ലോ കൃഷ്ണൻ പോയിരിക്കുന്നത്. എത്ര ഒരു കരുണയാണ് എന്നോട് കാണിച്ചിരിക്കുന്നത്. ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നു ആ കൃഷ്ണനോട്. ഭാഗവതത്തിലെ മനോഹരമാണ് ചില വരികളൊക്കെ. ആ 3-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ ആ വിതുരൻ്റെ ആ ഭാവമൊക്കെ നമുക്ക് കാണാൻ, വായിക്കുമ്പോഴേ അത് ശരിക്കും കൂടെ ഫീൽ ചെയ്യുള്ളൂ. വിതുരോവി ഉദ്ധവൽ ശുത്വാം കൃഷ്ണസ്യ പരമാത്മനാം ക്രീഡയോ പാത്തദേഹസ്യാം കർമാണി ശ്ലാഘിതാനി ച ദേഹന്യാസം ചതസ്സൈവം ധീരാണം ധൈര്യവർദ്ധനം അന്വേഷം ദുഷ്കരതരം പശൂനാം വിക്ലപാത്മനം ആത്മാനം ച കുരുശ്രേഷ്ഠ കൃഷ്ണേന മനസിക്ഷിതം ധ്യായൻ കഥേ ഭാഗവതേ രുരോധ പ്രേമവിക്വലാം ആത്മാനം കുരുശ്രേഷ്ഠ കൃഷ്ണേന മനസേഷിതം. കൃഷ്ണൻ്റെ ആ മനസ്സിലുള്ള ആ ഈക്ഷണം, ആ കാഴ്ച, തന്നോടുള്ള കാരുണ്യം അതോർത്തുകൊണ്ട് രുരോധ പ്രേമവിക്വല. അത്രമാത്രം കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് കുറേ അങ്ങോട്ട് പൊട്ടി കരഞ്ഞോ എന്നാണ്. അത്രമാത്രം കൃഷ്ണൻ തന്നോട് കാരുണ്യം കാണിച്ചുവല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഉദ്ധവർ പോയി. വിതുരര് മൈത്രേയ മഹർഷിയെ കാണാൻ പോയി. മൈത്രേയ മഹർഷിയുമായിട്ടുള്ള സംവാദമാണ് 3-ഉം 4-ഉം സ്കന്ധങ്ങൾ. ഇനിയുള്ള 2 സ്കന്ധങ്ങൾ അതാണ്. അതിൽ മൈത്രേയ മഹർഷിയെ കാണുമ്പോൾ വിതുരൻ ചോദിക്കുന്ന ചോദ്യം 3-ാം സ്കന്ധം 5-ാം അധ്യായം 2-ാം ശ്ലോകം. ചില ശ്ലോകങ്ങൾ മാത്രം എടുത്ത് പോവാം നമുക്ക്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള ശ്ലോകങ്ങളാണ്. അവിടെ വിതുരർ ചോദിക്കുകയാണ് വളരെ സുന്ദരമായൊരു ചോദ്യം. എന്താ ചോദ്യം? 3-ാം സ്കന്ധം 5-ാം അധ്യായം 2-ാം ശ്ലോകം. സുഖായ കർമാണി കരോതി ലോകേ നദേ സുഖം വാ നിതു പാരമം വാ വിന്ദേതഭൂയ യഥയത്ര ദുഃഖം യഥത്ര യുക്തം ഭഗവൻ വദേന്ന. എന്താ ചോദ്യം? ഈ ചോദ്യമൊക്കെ പഠിക്കുമ്പോൾ രസാട്ടോ. സുഖായ കർമാണി കരോതി ലോകേ. ലോകത്തിലുള്ളവര് കരോതി കർമ്മം, കരോതി ചെയ്യുന്നു, പ്രണികൾ ചെയ്യുന്നു, പ്രവൃത്തി ചെയ്യുന്നു. എന്തിനു വേണ്ടി? സുഖായ, ജീവിതം സുഖമാക്കാൻ. എല്ലാ പണികളും എല്ലാവരും ചെയ്യുന്നത് ജീവിതം പറയൂ സുഖമാവണം അല്ലേ? ഇപ്പം നിങ്ങൾ രാവിലെ എണീക്കുന്നു, ചായ ഉണ്ടാക്കി കുടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അന്നത്തെ കാര്യങ്ങളൊക്കെ സുഖമായി നടക്കണം അല്ലേ? ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, കറികൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ജീവിതം സുഖാവണമെന്ന്. ആരെങ്കിലും ഇന്ന് വരെ കരുതിയിട്ടുണ്ടോ ജീവിതം ദുഃഖാവണമെന്ന്? നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഭഗവാനെ കുറേ ദുഃഖമൊക്കെ തന്നോളൂട്ടോ എന്ന്? ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇന്ന് വരെ ആരെങ്കിലും ജ്യോത്സ്യരെടുത്ത് പോയിട്ടുണ്ടോ? എന്താ അറിയില്ല, ജ്യോത്സ്യരെ ഭയങ്കര സുഖം, ഒന്ന് നോക്കൂന്ന്. ആരെങ്കിലും സുഖം നോക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ദുഃഖം വരുമ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഓടുക അല്ലേ? എല്ലാവർക്കും എന്താ വേണ്ടത്? സുഖം. സുഖത്തിന് വേണ്ടി മനുഷ്യൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സുഖത്തിന് വേണ്ടി കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. സുഖം കൂടി വരികയല്ല. സുഖങ്ങളെല്ലാം ക്രമേണ കുറഞ്ഞ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കൂടി വരുന്നു അല്ലേ?
ഇതെന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം സുഖത്തിന് പകരം അവസാനം വിന്ദേത ഭൂയ യഥയത്ര ദുഃഖം. അവസാനം ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിതം സുഖമായിട്ടല്ല മാറുന്നത്. എന്തായിട്ടാണ് മാറുന്നത്? ഇപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമോ? ഉത്തരം പറയുമോ ഇല്ലയോ? അറ്റ്ലീസ്റ്റ് ശ്രമിക്കാമെന്നെങ്കിലും പറയൂടെ? ഉത്തരം പറയുമോ? ശ്രമിക്കാം. ഇപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വിവാഹ ജീവിതം സുഖമാണോ ദുഃഖമാണോ? ചിലരെന്താ ചിരിക്കുന്നത്? ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയും സുഖമാണ് ദുഃഖമാണ്. ചിലർ പറയും ദൈവമേ ഏതൊരു സമയത്താണ് എനിക്കത് തോന്നിയത് എന്ന്. ഒരാളിങ്ങനെ വലിയ ഭക്തനൊക്കെയാണ്, സ്കൂട്ടർ ഓടിച്ചു പോവുകയാണ്. അപ്പം ഈ ഇടുക്കി ജില്ലയിലൊക്കെ ഇങ്ങനെ വലിയ മലകളല്ലേ അല്ലേ? അപ്പോൾ ഇയാളെ പോകുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലൊരാൾ ഒരു തപ്പൊട്ടി വിളിക്കൽ. ഇയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, സ്കൂട്ടറൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ വലിയൊരു കല്ല് വന്ന് വീണു. ആ വിളിച്ച ആളിട്ട് കാണുന്നുമില്ല. ഹോ ഭഗവാനേ, ഒരുപക്ഷെ ആ തിരിഞ്ഞ് സ്ലോ ഡൗൺ ചെയ്ത് തിരിഞ്ഞു നോക്കില്ലായിരുന്നെങ്കിൽ മണ്ടയിലായിരിക്കും വീഴുക. ഇതുപോലെ വേറൊരു സമയത്ത് ഇയാളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പം ഒരാൾ പുറകിൽ നിന്ന് ഇയാളുടെ പേര് വിളിച്ചു, ഹേയ് രവീൻ. പെട്ടെന്ന് നോക്കുമ്പോണ്ട് നല്ല സ്പീഡിലായിരുന്നു. വേഗം അങ്ങോട്ട് സൈഡിൽ നിർത്തി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു വേറെ വണ്ടിക്കാരനതാ വന്ന് ഇയാളുടെ മുന്നിൽ പോയി ഒറ്റ ഇടിയാണ് ഈ സൈഡിൽ. അവൻ ഒരു കോലത്തിലല്ല വണ്ടി ഓടിക്കുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം സ്പീഡിലായിരുന്നു ഓടിച്ചതെങ്കിൽ ഇയാളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപ്പോഴും ഇയാൾ ദൈവമേ ഇങ്ങനൊരു അനുഗ്രഹം, ആരാ വിളിക്കുന്നതെന്നറിയില്ല. അപ്പം ഇയാൾ അന്നത്തെ ദിവസം വൈകുന്നേരം പൂജാമുറിയിൽ വന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ അനുഗ്രഹം അവിടുന്ന് എന്നോട് കാണിക്കുന്നല്ലോ കൃഷ്ണ, എന്തൊരു കാരുണ്യമാണ് കാണിക്കുന്നത്. ഇതൊക്കെ അങ്ങേക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ ആ താലി കെട്ടുന്നതിന് മുമ്പ് എന്തേ പുറകുന്ന് വിളിക്കാതിരുന്നതെന്ന്. അന്നൊന്ന് കൈ കൊട്ടി വിളിച്ചിരുന്നെങ്കിൽ. പെരുമ്പാവൂരിലല്ലോ ഈ കഥ. പെരുമ്പാവൂരിൽ വേറൊരു കഥയുണ്ട്. ഒരാളിങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്യണേ. അവിടെ എന്തു പ്രശ്നം വന്നാലും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ബോസ് MD, ഇദ്ദേഹം സൂപ്പർവൈസറാണ്. ചോദിച്ചു, ഈ ലേബേഴ്സൊക്കെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കണോ, അവിടെ ആ പ്രശ്നം ഇവിടെ പ്രശ്നം, ഇതൊക്കെ അങ്ങയുടെ മുന്നിൽ വന്ന് പറയുമ്പം അങ്ങേ ഇതൊന്നും അങ്ങോട്ട് അലട്ടുന്നില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, അലട്ടാത്തതല്ല കാരണം. പിന്നെ ഞാൻ എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം പേഴ്സ് എടുക്കും. ആ സമയത്ത് തുറക്കും, പേഴ്സിൽ നോക്കി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ബോസ് ചോദിച്ചാൽ പേഴ്സൊന്ന് കാണിക്കുമെന്ന്. കാരണം അങ്ങനൊരു വലിയ മഹാത്ഭുത ശക്തി തരാൻ കഴിവുള്ളൊരു പേഴ്സ് കാണണമല്ലോ. ഇതെന്തൊരു ദൈവിക ശക്തിയുള്ള പേഴ്സാണെന്നുള്ളത്. അപ്പം പേഴ്സൊക്കെ എടുത്ത് തുറന്നപ്പോൾ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ആണ്. ഇദ്ദേഹം വിചാരിച്ചു ധർമ്മശാസ്താവായിരിക്കും, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനായിരിക്കും, അല്ലെങ്കിൽ എറണാകുളത്തപ്പനായിരിക്കും, അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മയായിരിക്കും, ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ആരാ ഇതെന്ന്. കാരണം ഇതെൻ്റെ ഭാര്യ, പെരുമ്പാവൂരുകാരി, എൻ്റെ സ്വന്തം ഭാര്യയാണ് സാർ. ഭാര്യയെ കണ്ടിട്ട് അങ്ങേക്ക് ഇത്രയും സന്തോഷം വരിക? സാധാരണ ഇതുവരെ ആർക്കും അങ്ങനെ സംഭവിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും? അപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് സാറെന്ന്.
ഇദ്ദേഹം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ MD ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവതിയാണെന്ന്. കാരണം നിങ്ങളുടെ ഭർത്താവിന് എന്ത് പ്രശ്നം വന്നാലും തുറന്ന് നോക്കുന്നത് നിങ്ങളുടെ മുഖമാണ്. അതോടുകൂടി അദ്ദേഹത്തിന് വലിയൊരു മനസ്സിന് ശക്തി കിട്ടുന്നു. നിങ്ങളിന്ന് നേരി കാണുകയാണ് മേഡന്ന്. ഭാര്യ മനസ്സിലാക്കി, ഈ മനുഷ്യൻ എൻ്റെ ഫോട്ടോ വെച്ച് തന്നെ ഇയാൾ ഏതോ ഒരു കേസ് വീട്ടിൽ പെട്ടിട്ടുണ്ട്, ഇതേതോ വേറെ ഏതോ ഒരു ഇടപാടാണിത്, വരട്ടെ വീട്ടിൽ കാണിച്ചു കൊടുക്കാമെന്ന്. ആ ഭർത്താവ് വീട്ടിൽ വന്നതും ചാടി ആ പേഴ്സ് വലിച്ചെടുത്തു. ചോദിച്ചു, എന്തിനാടി നീ എൻ്റെ പേഴ്സ് എടുക്കണത്? അല്ലല്ല, എനിക്ക് ചിലത് അറിയാനാണെന്ന്. എന്താ നിനക്ക് അറിയേണ്ടത്? അല്ലല്ലേ, ഞാൻ നോക്കട്ടെ എന്ന്. പേഴ്സ് സംശയം ഉണ്ടാവില്ലയോ? ഉണ്ടാവില്ലേ? എത്ര പേർക്ക് സംശയം ഉണ്ടാവും? വേണ്ട, കൈ പൊക്കണ്ട, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഭാര്യ പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഫോട്ടോ ആണ്. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്ക് ഇത്രയും ശക്തി ഞാൻ തരുന്നുണ്ടോ? എൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിന് ശക്തി കിട്ടുന്നുണ്ടോ? പറഞ്ഞു. ആര് പറഞ്ഞു? ഈ നിങ്ങളുടെ MD വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് ചിരിക്കുന്നു, അതോടുകൂടി നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണു. അപ്പോൾ പറഞ്ഞു, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഇനി പറഞ്ഞില്ലെങ്കിൽ നിനക്കത് വിഷമം വേണ്ട. ഈ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ഈ പ്രശ്നം നിനക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമാണോ എന്നുള്ളത്. അത് പെരുമ്പാവൂരുകാരിയായിരുന്നില്ല കേട്ടോ. അതിനെനിക്കൊരു 3-4 ദിവസം കൂടെ അവിടെ നിൽക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ മാറ്റി പറയുകയാണ്. അപ്പോൾ ജീവിതത്തിൽ സുഖത്തിന് വേണ്ടി പലതും ചെയ്ത് അവസാനം സുഖം എന്തായി മാറുന്നു? ദുഃഖമായി മാറും. എന്താ കാരണം? അതിൻ്റെ കാരണത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയർ. കാരണം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വായിക്കുന്നില്ല. പറയുന്നത് 2 വാക്കുകൾ ഓർക്ക്. ഒന്ന് സ്വാർത്ഥത. എന്താണ് സ്വാർത്ഥത? മനുഷ്യൻ സുഖമൊക്കെ അനുഭവിക്കുമ്പോൾ എന്താണ്? അവനവൻ്റെ സ്വാർത്ഥം കൂടിക്കൂടി വരും. എന്തുകൂടി വരും? അവനവൻ്റെ സ്വാർത്ഥം. അപ്പം അവനവൻ്റെ സ്വാർത്ഥത കൂടി വരുമ്പോൾ എന്തു പറ്റുന്നു? സ്വാർത്ഥത കൂടുന്തോറും സുഖത്തിൻ്റെ തീവ്രതയും കുറഞ്ഞു വരും. കാരണം സ്വാർത്ഥത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് കിട്ടുന്നതിലൊന്നും ഉറക്കെ പറയൂ, തൃപ്തി വരില്ല. എന്ന് മാത്രമല്ല, അതെപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഇതനുഭവിക്കുന്നവരാണ്. ആണോ അല്ലയോ? ഇപ്പം മകൻ കല്യാണം കഴിക്കാൻ പോകണു. മകൻ നിങ്ങൾക്കൊക്കെ സാരി എടുക്കുന്നു. എന്ത് വാങ്ങിക്കുന്നു? സാരി വാങ്ങിച്ചു തരും. സന്തോഷം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഉണ്ടാവും, തീർച്ചയായിട്ടും. പക്ഷെ അവൻ്റെ ഭാര്യ വീട്ടുകാർക്ക് നിങ്ങളെക്കാളും നല്ല സാരി മേടിക്കണം. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലോ? അവൻ വാങ്ങിച്ച സാരി നിങ്ങൾ ഉടുക്കുമോ? സുഖത്രയുള്ളൂ. കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വാർത്ഥം അതെപ്പോഴും മറ്റുള്ളവരുമായി എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ താരതമ്യം ചെയ്യും, കമ്പാരിസൺ ചെയ്യും, ഒരു കമ്പയർ ചെയ്യും. അപ്പം എന്തു പറ്റി? അവനവൻ്റെ കയ്യിലുള്ളതിലൊന്നും അവനവന് തൃപ്തി ഉണ്ടാവില്ല. അപ്പം 3 വാക്കുകൾ പഠിക്കണം. ഒന്ന് സ്വാർത്ഥത, 2 അസംതൃപ്തി, 3 മറ്റുള്ളവരിൽ ഉള്ളതിനോട് അസൂയ. ഏതൊക്കെയാണ്? സ്വാർത്ഥതയുണ്ടോ? അസംതൃപ്തി, അതൃപ്തി ഉണ്ടാവും. എന്തുണ്ടാവും? തൃപ്തി ഉണ്ടാവില്ല. 3 മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനോട് എന്തുവരും? എവിടെയാ സുഖം കണ്ടെത്താൻ പറ്റുക? പറയൂ, സുഖം ഉണ്ടാവൂല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഈ 3 സാധനം ഉള്ളിലുണ്ടെങ്കിൽ സുഖം കണ്ടെത്താൻ പറ്റുമോ? പറയൂ. നിങ്ങൾ കല്യാണ സദ്യക്ക് ഇരിക്കണോ?
കല്യാണ സദ്യക്ക് ഇരിക്കുന്ന സമയത്ത് ഓരോ വിഭവങ്ങളെ വിളമ്പുന്നു, എല്ലാം വിളമ്പി. പപ്പടം വിളമ്പിയൊക്കെ പൊടിഞ്ഞ പപ്പടം, നിങ്ങൾക്ക് അപ്പുറത്ത് നല്ല പപ്പടവും. ആ വിളമ്പിയവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കില്ലേ? ആ നല്ല പപ്പടം കിട്ടിയ ആൾ നിങ്ങളുടെ മുഖത്തേക്ക് ദയനീയമായൊരു നോട്ടവും. കഴിഞ്ഞില്ലേ സദ്യയുടെ കോലം? പിന്നെ ആ സദ്യ കഴിക്കാൻ തോന്നുമോ? പറഞ്ഞോ നിങ്ങൾ. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ സ്വാർത്ഥതയും അതൃപ്തിയും, പറയൂ, അസൂയയും ഉള്ളിടത്തോളം കാലം ഒരു സുഖവും അനുഭവിക്കാൻ മനസ്സ് നമ്മളെ പറയൂ. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നിലുമൊരു സുഖമില്ലാത്തത്. മനസ്സിലാവുണ്ടല്ലോ? കല്യാണം കഴിഞ്ഞാൽ ഭാര്യയോടല്ല താല്പര്യം, വേറൊന്നിനെ കൊണ്ട് അത് ഒട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ആപ്പ് വയ്ക്കാൻ വാട്സാപ്പും ഉണ്ട്, സംവിധാനങ്ങളുമായി, അല്ലേ? കാലം മാറിപ്പോയി. ഈ തരത്തിൽ ജീവിതത്തിൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം. ഏതിൽ നിന്ന്? ഈ സ്വാർത്ഥതയിൽ നിന്നും. അതിനെന്താണ് വഴി? ഇതിനാണ് യജ്ഞജീവിതം. എന്താണ്? അപ്പം മനസ്സിന് ചില പരിശീലനങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് സ്വാർത്ഥത വിടില്ല. അതെന്ത് ചെയ്യും? ഓരോന്നിലും അത് സ്വാർത്ഥത വെച്ച്, ഓണർഷിപ്പ് വെച്ച്, പൊസസീവ്നെസ് വെച്ച്, ഗ്രീഡ് വെച്ച് അത് ജീവിക്കും. അവസാനം എന്തായി? ഒന്നിലും ഒരു തൃപ്തിയില്ലാതെ മറ്റുള്ളവർക്ക് ഉള്ളതിലൊക്കെ വിഷമവും അസൂയയും, അവരെ കുറ്റപ്പെടുത്തിയും പ്രാഗിയും, ഈ രീതിയിലൊക്കെ ജീവിതം തുലച്ച് കളയും. മനസ്സിലാവേണ്ടത്? പ്രായമാകും തോറും ഈ രോഗം നമ്മളെ പിടികൂടും. എന്ത്? മറ്റുള്ളവരിൽ ഉള്ളതിനെ അസൂയപ്പെടുക, അവനവന് എന്നും വിഷമങ്ങളും വേദനകളും കാണുക. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ടാണ് പ്രായമാകുന്നവരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം കൂടുതലും അവനവനെ എപ്പോഴും ഇടിച്ചു താഴ്ത്തുന്നത് കൂടുതലുമായി മാറുമ്പോൾ, അല്ലെങ്കിൽ അവനവൻ്റെ മഹത്വം, പെരുമ വലുതാക്കി ഇങ്ങനെ പുകഴ്ത്തി പ്രശംസ പറയുക, മറ്റുള്ളവരെ താഴ്ത്തുക, ഈ തരത്തിലൊക്കെ ഉള്ള സ്വാർത്ഥത, ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കൊണ്ടു നടന്നാൽ ഒറ്റപ്പെടും. അതുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ, അവിടെയൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സ്പർദ്ധയിൽ ജീവിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പം പ്രായമാകും തോറും നമ്മുടെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ, ഇത്തരത്തിലുള്ള പുഴുക്കുത്തലുകളെ, ഇത്തരത്തിലുള്ള ദുർബലതകളെ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പം എന്തു വേണം? ഇവിടെ ആസ്വദിക്കണം ജീവിതം, വേണ്ടേ? ശരിയായൊരു സുഖം അനുഭവിക്കണം. ഏതിലാണ് സുഖം കണ്ടെത്തേണ്ടത്? യജ്ഞത്തിൽ സുഖം കണ്ടെത്തണം. യജ്ഞം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഹോമങ്ങളാണോ? അല്ല. ഇവിടുത്തെ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? ഇത് പറയാനാണ് വരാഹ അവതാരത്തെ ഭാഗവതത്തിൽ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്.